പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ സൺഡേ ഞങ്ങളുടെ ജോൺ ബ്രദർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് നീതീകരണം എന്ന ടോപ്പിക്കാണ്. ഞാൻ ഒത്തിരി ഒത്തിരി സ്ട്രഗിൾ ചെയ്ത ഒരു മേഖലയാണിത്. പലപ്പോഴും കുറ്റബോധത്തിന് അടിമകളാണ് വിശ്വാസികൾ. പല അനുഗ്രഹങ്ങളും അനുഭവിക്കാത്തത് കുറ്റബോധം കാരണമാണ്. യേശുവിൽ വിശ്വസിച്ച അന്ന് ദൈവം നമ്മളെ പൂർണ്ണമായും ക്ഷമിച്ചു കളഞ്ഞു. നമ്മുടെ പാപങ്ങൾ മറയ്ക്കപ്പെട്ടത് മാത്രമല്ല, അത് കർത്താവ് കഴുകി കളഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ ചെയ്ത പാപം, നമ്മുടെ പൂർവികർ ചെയ്ത പാപം മുഴുവൻ, അതിൻ്റെ ശിക്ഷ മുഴുവൻ യേശു വഹിച്ചിട്ട് യേശുവിൻ്റെ തന്നെ നീതിയാണ് നമുക്ക് ലഭിച്ചത്. ആമേൻ. അത് എത്ര വലിയ ഒരു സന്തോഷ വിഷയമാണ്. അത് ഇന്ന് ബ്രദർ നമ്മളെ പഠിപ്പിച്ച്, അത് അബ്രഹാമിൻ്റെ അനുഗ്രഹം മുഴുവൻ നമുക്ക് ഇന്ന് അനുഭവിക്കാൻ നമ്മളിന്ന് യോഗ്യരാണ്. ദൈവസന്നിധിയിൽ കയറിപ്പോകാൻ നമുക്കിന്ന് പ്രാഗൽഭ്യമുണ്ട്. എന്തുകൊണ്ട്? നമുക്ക് യേശുവിൻ്റെ തന്നെ നീതിയാണ് നമുക്ക് ലഭിച്ചത്. എൻ്റെ പാപം കഴുകപ്പെട്ടു, ഞാൻ കുറ്റവിമുക്തനാണ്. ഇനി ഞാനൊരു രക്ഷ അനുഭവിക്കണ്ടല്ലോ. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാം. പറ. കാരണം എൻ്റെ യോഗ്യതയല്ല, യേശു എനിക്ക് തന്ന യോഗ്യതയുമായിട്ടാണ് ഞാൻ പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നത്. എന്നാ ഗ്ലോറി അല്ലേ? യേശു എനിക്ക് വേണ്ടി ചെയ്ത എത്ര വലിയ കാര്യമാണ്. ഇനി എൻ്റെ തലയിൽ ക്ഷമിക്കപ്പെട്ട പാപിയല്ല, പകരം ഞാൻ പുതിയ സൃഷ്ടിയാണ്. ഇനി എൻ്റെ തലയിൽ ഒരു പാപവും ഇല്ലെന്ന്, ദൈവം എന്നെ പാപമായിട്ട് കാണുന്നില്ലെന്ന് അങ്ങോട്ട് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവം ഈ ഭൂമിയിൽ ചിലതിനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ മനസ്സിലാവാനാ. മുട്ടയും കോഴിക്കുഞ്ഞും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അടുത്തിരിക്കുന്നതിനോട് ചോദിച്ചേ, മുട്ടയും കോഴിക്കുഞ്ഞും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? മുട്ട തറയിലിട്ട പൊട്ടും നശിച്ചു. കോഴിക്കുഞ്ഞിന് അങ്ങനെ തറയിലിടാനും നശിപ്പിച്ച് കളയാനും പറ്റത്തില്ല, പുള്ളി പറക്കും. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചവർക്ക് പുഴുവും പൂമ്പാറ്റയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? വല്ല ബന്ധമുണ്ടോ? ഈ പുഴുവിലുള്ള ഏതെങ്കിലും സ്വഭാവം പൂമ്പാറ്റയിലുണ്ടോ? അങ്ങനെ തന്നെയാണ് ക്രിസ്തീയ വിശ്വാസിയിലേക്ക് അല്ലെങ്കിൽ യേശുവിലേക്ക് വരുന്ന ഒരാൾ പുതിയ സൃഷ്ടിയാകുക എന്ന് പറഞ്ഞാലും ആ സങ്കല്പം നിങ്ങളുടെ തലയിൽ വരാത്തത് അങ്ങനെ മാറാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടാ. പക്ഷേ ഞാൻ പുഴുവായിരുന്നു ഒരിക്കൽ, ഇപ്പോൾ പൂമ്പാറ്റയായതാണ് ക്രിസ്തീയ ജീവിതം. പാപം ക്ഷമിച്ചെങ്കിലും പഴയ സ്വഭാവമൊക്കെ കയ്യിലുണ്ട്. പക്ഷെ ഇപ്പുറത്ത് പാപം ക്ഷമിക്കുകയല്ല ചെയ്ത് പുതിയതാക്കി കളഞ്ഞു ദൈവം. ഞാൻ പുതിയ സൃഷ്ടിയാണ്. ഈ മെസ്സേജ് നിങ്ങൾ ഫുള്ളും കേൾക്കണം. ബ്രദറിന്റെ സൺഡേ മെസ്സേജ് കേൾക്കണം. അത് നിങ്ങളുടെ ലൈഫിനും ഒരു അനുഗ്രഹമായിരിക്കും. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.